അസ്സലാമു അലൈക്കും. ഇന്ന് ആശുപത്രിയിൽ പോയിട്ട് ഒന്നും കാണിക്കാനും ചെയ്യാനൊന്നും പറ്റിയില്ല. കാര്യം എൻ്റെ ഡോക്ടർ, ഞാൻ കാട്ടിയ ഡോക്ടർ ഇരിക്കുന്ന ഒരു OP അല്ല ഇന്ന്. അദ്ദേഹം ബുധനാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും ഒക്കെയാണ് ഇരിക്കുന്നത്, OPയിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സംശയിച്ചാണ് പോയത്. അപ്പോൾ ലൈലായ്ക്കും ഇന്ന് എൻ്റെ ഡോക്ടർ ഉണ്ടാകുമോ എന്നൊരു ചെറിയ സംശയത്തോടു കൂടിയാണ് ഞങ്ങൾ പോയത്. എന്നാലും പോകാമെന്നോർത്ത് പോയി. സ്കാനിങ്ങിൻ്റെ സമയം കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബുധനാഴ്ച ചെന്നിട്ട് സ്കാനിങ്ങും ചെയ്യാം, ഡോക്ടറെയും കാണാം. അപ്പോൾ തൈറോയിഡിൻ്റെ വലിയ പരിശോധനയാണ് തൈറോയിഡിൻ്റെ ചെയ്തത്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യണ പോലെ തന്നെ ആണ് തൈറോയിഡിന് ഇന്ന് ഞാൻ ബ്ലഡ് കൊടുത്തത്. അപ്പോൾ ബ്ലഡ് തൈറോയിഡിനും നമുക്ക് നോക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കാൽസ്യം നോക്കാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ മറ്റൊരാളോട് പറയുന്നത് ഞാൻ കേട്ടതാണ്, എൻ്റെ ഡോക്ടർ അല്ല, മറ്റൊരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടതാണ്. നമുക്ക് തൈറോയ്ഡ് ഉള്ളവർക്ക്, തൈറോയിഡിന് മരുന്നെടുക്കുന്നവർക്ക് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ തൈറോയ്ഡ് ഉള്ളവർക്ക് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. അതായത് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്ക് കാൽസ്യം കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിത് രണ്ടും നോക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, കാൽസ്യം നോക്കാനും കൊടുത്തിട്ടുണ്ട്, തൈറോയ്ഡ് ആദ്യം മുതലുള്ളത് ചെക്ക് ചെയ്യാനായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മമ്മീസ് എന്ന് പറയുന്ന ലാബിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങോട്ട് കുറ്റിക്കാട്ടൂരേക്ക് പോകാൻ നിൽക്കുന്ന ആ ഒരിടത്ത് ഇടത് സൈഡിലായിട്ടുള്ള ലാബിലാണ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ബില്ലും ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ബില്ലും കൊടുത്ത് റിസൾട്ടും വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോഴ് നമുക്ക് ചെന്ന് സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ടുമായിട്ട് ഡോക്ടറെ ചെന്ന് കണ്ടാൽ മതി. അപ്പം ഞാൻ 24-ാം തീയതിയാണ് ജോലിക്ക് കയറാനിരുന്നത്. ഇപ്പം ഒരു ദിവസം കൂടി ഞാൻ അങ്ങോട്ട് നീട്ടി. 24-ാം തീയതി ഞാൻ ഡോക്ടറെ കണ്ടതിനും ശേഷം വൈകുന്നേരം ഇവിടെ വരത്തുള്ളൂ. അപ്പം ഇൻഷാ അല്ലാ നാളെ ലൈലയുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അവളുടെ ഇൻഡക്ഷൻ അടുപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവളുടേതുമല്ല, അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ അടപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അവൾക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കണം. അപ്പം അതുകൂടാതെ മറ്റേ നാൾ ഞാൻ ഇവിടെ നിന്നാണ് പോകാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ സമയത്തിനും കാലത്തിനൊന്നും പോവുകയില്ല. അപ്പം അങ്ങനെ പറ്റിയതാണ് ഇന്ന്, അല്ലെങ്കിൽ ഞാനിന്ന് സ്കാൻ ചെയ്തേനെ, എനിക്ക് ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ സമയം ചെന്ന് കഴിഞ്ഞുകൊണ്ടാണ് സ്കാൻ ചെയ്യാൻ പറ്റാതെ വന്നത്. അതിനുള്ളിൽ ഞാൻ തൈറോയ്ഡ് നോക്കാനായിട്ട് കയറി. അപ്പോൾ ആദ്യമേ തൈറോയ്ഡ് നോക്കാൻ എഴുതി തന്ന ഡോക്ടർ വിമൽ കുമാർ എന്നും പറഞ്ഞൊരു നമ്മുടെ ചേവായൂരി പ്രൈവറ്റായിട്ടിരിക്കുന്ന ഡോക്ടർ, അത് തൈറോയ്ഡ് മാത്രം നോക്കുന്ന ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചീട്ടിലാണ് ഞാൻ ആദ്യം മമ്മീസിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ചീട്ടാണ് കാണിച്ചത്. ഓർത്തില്ല, വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് അത് മറന്നുപോയി ഏത് ചീട്ടാണെന്നുള്ളത്. പിന്നെ നമുക്ക് വലിയ ഇംഗ്ലീഷൊന്നും ഡോക്ടർ എഴുതുന്നത് വായിക്കാനൊന്നും അറിയില്ലല്ലോ, വലുതും അറിയില്ല ചെറുതും അറിയില്ല. വല്ല പേരൊക്കെ സ്പെല്ലിങ്ങൊക്കെ ഒന്ന് തപ്പിയും മുട്ടിയൊക്കെ വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇംഗ്ലീഷൊന്നും അധികം വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചീട്ട് കാണുന്നത്. പിന്നെ ഞാൻ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. പിന്നെ അവർ അത് മാറ്റിയിട്ട് ബില്ല് വീണ്ടും കൂട്ടിയടിച്ചിട്ട് അവർ ബ്ലഡ് നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ച് അങ്ങനെ ആ ടെസ്റ്റാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു റീലിട്ടായിരുന്നു, എനിക്കൊരു സംശയമാണെന്നും എനിക്കൊരു സംശയം ഒന്ന് പറഞ്ഞു തരുമെന്നും ചോദിച്ചിട്ട്, സംശയത്തിന് മറുപടി താന്നും പറഞ്ഞിട്ട് ഞാനൊരു റീല് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ 1-2 പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട്, ഭർത്താവ് കോഴിയായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ചെന്നാൽ പല രീതിയിലും ബുദ്ധിമുട്ടുകളുണ്ടാകും. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്,
ഭർത്താവ് ഭാര്യയായിട്ട് താമസിക്കുന്നിടത്ത് നിങ്ങൾ ഒറ്റക്ക് താമസിക്കാൻ ചെല്ലാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വസ്തുതപരമായിട്ട് ഞാൻ നിങ്ങളോട് കാര്യം പറയാം വെച്ചാൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും നിങ്ങളോട് ഒളിച്ചിട്ടില്ല. പിന്നെ മനുഷ്യരല്ലേ, എല്ലാം തുറന്നു പറയാൻ പറ്റിയൊരു സാഹചര്യം നമുക്കെല്ലാവർക്കും എല്ലാം അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ ചിലരുണ്ടാകുകയല്ല. അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാത്ത കാര്യങ്ങളും എനിക്കുണ്ട്. അത് പറയാനായിട്ട് ഇൻഷാ അല്ലാഹ് സാഹചര്യം അല്ലെങ്കിൽ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് നിങ്ങളോട് ഒന്നും മറച്ചു വെക്കരുത്, എല്ലാം തുറന്നു പറയണമെന്നുള്ളൊരു ആഗ്രഹക്കാരിയാണ് ഞാൻ. വെച്ചാൽ എനിക്ക് സിമ്പതി എമ്പതിയൊന്നും കിട്ടാനല്ല, ഞാൻ എൻ്റെ സബ്സ്ക്രൈബർമാരെയും എൻ്റെ വീഡിയോ കാണുന്നവരെയൊക്കെ എൻ്റെ കൂടപ്പിറപ്പായിട്ടും എൻ്റെ കൂടെ ജനിക്കാതെ പോയ പറക്കാതെ പോയ എൻ്റെ കൂടപ്പിറപ്പായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത്. അവരും നിങ്ങൾ തിരിച്ചു എനിക്ക് ഏറെക്കുറെ പേരും എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് വെച്ചിട്ടിരിക്കണേണ പോലെയുള്ളൊരവസ്ഥയിലാണ് ഞാനുള്ളത്. എൻ്റെ മുഖമൊന്ന് വാടിയ അപ്പം ചോദിക്കും, എന്താണ് സുജിത്ത നിങ്ങൾ ഇന്നലെ അങ്ങനെയാണോ ഇങ്ങനെയാണോ, കഴിച്ചില്ലേ കുടിച്ചില്ലേ കിടന്നില്ലേ ഇരുന്നില്ലേ നടന്നില്ലേ എന്നൊക്കെ ചോദിക്കണേ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ എന്തൊളിക്കാനാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് രണ്ടല്ല ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് സമയം ആകട്ടെ പറയാം. അപ്പം അത് കുറച്ച് വൈകിട്ടാണെങ്കിലും എനിക്ക് പറയാതെ പറ്റിയാൽ വെച്ചാൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം അത് ഞാൻ പറഞ്ഞേനെ, പക്ഷേ അത് ഞാൻ കരുതിയ പോലെയുള്ളൊരു രീതിക്കല്ല ആ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കരുതിയ പോലെ എന്നാകുന്നു അന്ന് ഞാൻ നിങ്ങളോട് അത് വെളിപ്പെടുത്താം. ചിലപ്പോൾ അത് എൻ്റെ രീതിക്കല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് വേണ്ടെന്നും വെക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത്, സമയമാകട്ടെ സാഹചര്യം വരട്ടെ പറയാമെന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യങ്ങൾ ചിലപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കില്ല, നിങ്ങൾ ഇത് തന്നെ തൊഴിലാണ് ആ പെണ്ണുങ്ങളെ അല്ല പെണ്ണും പിള്ളേ, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിതേ ഇപ്പം ഇങ്ങനെ പറയണല്ല എന്ന് പറയുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാത്തത്. പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ ഇന്നലെ പോയ കഥ പറഞ്ഞു വന്നപ്പോഴാണ് വേറൊരു കാര്യം പറഞ്ഞത്. അപ്പം എനിക്ക് നിങ്ങളോട് ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. എനിക്ക് എൻ്റെ ഭാവിയിലേക്ക് എന്തെങ്കിലും ദോഷം വന്ന കാര്യങ്ങളും കൂടി ഞാൻ പറയാറുണ്ട്. പക്ഷേ അത് മറ്റൊരാളെയും കൂടി ബാധിക്കും. ഞാനത് പറഞ്ഞാൽ മറ്റൊരാളെയും കൂടി ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഞാൻ ഇച്ചിരി ഒളിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പം ഈ കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്നലെ എന്നെ ഒരാൾ ഒരുപാട് നാളുകളായി അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട്, ആണല്ല പെണ്ണാണ്. അപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ, എനിക്ക് ഈ വീട്ടിൽ നിന്നല്ല ഒരിടത്തേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ യാത്ര ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഈ വീടുമായിട്ട് ഒതുങ്ങിക്കൂടാനാണ് താല്പര്യം, ഇഷ്ടം. അത് ഞാൻ ഇപ്പോഴായിട്ടല്ല, പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണത്. എനിക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു നടപ്പും ഇരിപ്പും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അതിന് ഞാൻ ഒരുപാട് ചീത്തയും പണ്ടത്തെ ഒരു ജീവിതത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആദ്യമേ ഉള്ള ഒരു ജീവിതത്തിൽ ഒരുപാട് ഞാൻ ചീത്ത കേട്ടിട്ടുണ്ട്, തല്ലുകൊണ്ടിട്ടുണ്ട്. ഒരിടത്തും പോകുകയില്ല, സഭയിലെ കല്യാണത്തിന് പോലും പോകാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒന്നാമത്തേന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നത് ഒന്ന് പറഞ്ഞ് ഒന്നിൽ പോവുകയാണ്. നിങ്ങൾ ഇച്ചിരി അക്ഷമരായിട്ടിരിക്കട്ടെ വരാം കാര്യങ്ങളിലേക്ക്. ജനിച്ചു വളർന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരധികമൊന്നും അങ്ങനെ മറ്റുള്ളവരോട് സഹകരിക്കാത്ത ആൾക്കാരായിരുന്നു പണ്ട്. ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ മാമനൊക്കെ ദൃഢമായി കഴിഞ്ഞിട്ട് അവരുടെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞതിന് ശേഷം അവരെല്ലാ കാര്യങ്ങളിലും നമ്മുടെ സമുദായത്തിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ അയൽവക്കത്താണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവർ പോവുകയും വരികയൊക്കെ ചെയ്യും.
പണ്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ ജീവിച്ചിട്ടിരുന്ന സമയത്ത് ഇവർ ആരോടും അങ്ങനെ സഹകരണം ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരോടും അധികം ആരും സഹകരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അഥവാ മിണ്ടണതെന്ന് വെച്ചാൽ വഴക്കിനായിട്ടേ മിണ്ടത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിലുള്ളവരല്ല, മറ്റുള്ളവർ എന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര പോരായിരുന്നു. എൻ്റെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആൾക്കാരാണ് ചുറ്റുവട്ടത്ത്, ഞങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്നത്. പിന്നെ അന്യരും ഉണ്ട്. എന്നാലും നമ്മളോട് ഒരു നല്ല രീതിയിലുള്ള ഒരു സൗഹൃദമൊന്നും അല്ലായിരുന്നു സ്വന്തക്കാരാണെങ്കിലും ഉണ്ടായിരുന്നത്. തമ്മിൽ നമ്മൾ അടുപ്പിൽ തീ പോക്കണത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഭയങ്കര പോരായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഒരു അന്യ സമുദായത്തിൽ നിന്ന് വന്ന ഒരാളും കൂടി ആയത് കാരണം അങ്ങനെ അതാരും അങ്ങനെ ഇതാക്കൂലായിരുന്നു. വെച്ചാൽ അച്ഛനോട് മിണ്ടാത്തതെന്ന് വെച്ചാൽ അച്ഛനോടുള്ളൊരു എന്താ റെസ്പെക്റ്റ് കൊണ്ടായിരുന്നു. വെച്ചാൽ ഇത്രയും വലിയൊരു സമുദായത്തിൽ നിന്ന് ഒരാൾ വന്ന് ഇത്രയും താഴ്ന്ന ഒരു വീട്ടിൽ നിന്നൊരു പെണ്ണെടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കൂടെ ഒരുപാട് ആൾക്കാർക്കും, ഞങ്ങളുടെ അടുത്തുള്ള ഒരുപാട് ആൾക്കാർക്കും അങ്ങനെ അച്ഛനോട് ഒരു വിഷമമായിരുന്നു മിണ്ടാനായിട്ട്. വെച്ചാൽ മുതലാളിന്ന് വിളിച്ച് നിർമ്മിച്ച ആൾക്കാരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സമുദായത്തിലേക്ക് വന്നൊരു പെണ്ണെടുത്തപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അച്ഛനോട്. എന്നാലും അച്ഛനോട് ആർക്കും കെറവൊന്നുമില്ലായിരുന്നു, വെറുപ്പും കെറവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് അച്ഛനോട് അടച്ച് സംസാരിക്കുകയെന്നേ ഉള്ളൂ. എന്നാലും അവർ റെസ്പെക്റ്റ് കൊണ്ടാണ്. അവർ മുതലാളിന്ന് വിളിച്ചോണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് തമ്പ്രേനെ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന വെച്ചാൽ ആളെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഒരു താഴ്ന്ന സമുദായത്തിലേക്ക് വന്ന ഒരു പെണ്ണിനെ കല്യാണം ചെയ്തപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയപ്പോൾ ആൾക്കാർക്ക് അതൊരു ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പം അങ്ങനെ ആണ് ഞാൻ ജീവിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണതും മറ്റുള്ളവരുടെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് പോകണമെന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു, താല്പര്യമല്ലായിരുന്നു. ഞാൻ അഴയിൽ എന്താണ് തുണി കിടക്കണമെന്നൊന്ന് നോക്കിയതാണ്. മറ്റേ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മറ്റുള്ള തുണികളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ എന്താണ് അഴയിൽ കിടക്കണ തുണിയെന്ന് നോക്കിയതാണ്. അത് നമസ്കാര കുപ്പായവും മുസല്ലായുമാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഒതുക്കി മടക്കി മാറ്റിയിട്ടതാണ്. ഇപ്പോൾ നിസ്കരിക്കാനായിട്ട് എടുത്തപ്പോൾ അങ്ങനെ അലമ്പായി കിടക്കണതാണ്. എനിക്ക് ഈ ചമ്മലാണ്. നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതിങ്ങനെ തോരണം പോലെ തൂങ്ങി കിടക്കുമ്പോൾ എനിക്ക് ചമ്മലാണ്. പക്ഷെ നമുക്കിവിടെ മാറ്റി വെക്കാനും ഇടാനും ഒന്നുമുള്ളൊരു സൗകര്യമില്ല. പിന്നെ മറ്റുള്ളടുത്ത് എവിടെയെങ്കിലും ഒരു താഴ്ന്നടുത്ത് എവിടെയെങ്കിലും അയ കെട്ടാന്ന് വെച്ചാൽ അഴ കെട്ടാൻ എൻ്റെ കയ്യെത്തൂല, ഇവിടെ കസേരയുമില്ല. പിന്നെ ഈ കട്ടിൽ വലിച്ചോണ്ടും എടുത്തോണ്ടും നടക്കണം, എനിക്കത് വയ്യ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ തോരണം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണത്. ക്ഷമിക്കുക. ഇൻഷാ അല്ലാ പണിക്കൊക്കെ പോയിട്ടും വരട്ടെ സിജിത്ത. ഇൻഷാ അല്ലാ പരിശോധനയിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പണിയെടുക്കണം. എല്ലാവരെ പോലെ തന്നെ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ മുന്നോട്ട് പോകണം. പിന്നെ ഞാൻ പറഞ്ഞ് പാതി വഴിയിൽ ഒരു കാര്യം അവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് സബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ് ചെയ്ത് തരണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി, എൻ്റെ ഈ സംസാരവും എൻ്റെ ഈ ദയനീയാവസ്ഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ് ചെയ്ത് മുന്നിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടിച്ചേർക്കൽ അല്ല കൂട്ടിപ്പിടിക്കൽ എന്നിൽ വേണം. ഞാൻ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളതും ജീവിച്ചു പോകുന്നതും. പിന്നെ ഇനി എത്ര കാലം കണ്ട് അങ്ങോട്ട് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. മരിച്ചു പോയി കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ മരിച്ചു പോയി കഴിഞ്ഞിട്ട് അയ്യോ ആ സിജിത്ത ഒരു പാവം ഓരോന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ജീവിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇപ്പം പൈസയൊന്നും കൊടുത്ത ആർക്കും എല്ലാവർക്കും എപ്പോഴും പൈസ ഒന്നും സഹായിക്കാൻ പറ്റൂല. തന്നവരും ഒക്കെ ഉണ്ട്, വാങ്ങിയിട്ടുമുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് എപ്പോഴും ഒരാളെ പൈസ കൊടുത്ത് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം നമ്മളൊരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൂലി നല്ലൊരു ശതമാനവും നിങ്ങളുടെ ജീവിതത്തിലേക്കോ അള്ളാഹ് തരും, തീർച്ചയായിട്ടും തരും. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കും ഒന്ന് ജീവിക്കണം, എനിക്ക് സമാധാനത്തിൽ ജീവിക്കണം. ആരുടെ മുന്നിൽ യാചിച്ച് കൈനീട്ടാൻ എനിക്ക് കഴിയേല. അതെൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ പോലും എന്നെ കൈനീട്ടാൻ ഇടവരുത്തല്ലേ എന്നാണ് ഞാൻ തേടുന്നത്. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. അപ്പം ഞാൻ
ഇങ്ങനെ ഒരിടത്തും പോകാതിരിക്കണത് കൊണ്ടാണ് എനിക്ക് പോകാനും താല്പര്യമില്ലാത്തത്. പിന്നെ എനിക്കിപ്പോൾ ഒറ്റയിലൊരു വീട്ടിൽ പോകാനുള്ളൊരു താല്പര്യം, പിന്നെ 2 വീട്ടിൽ പോകാനുള്ള 2-3 വീട്ടിൽ പോകാനുള്ള താല്പര്യമുണ്ട്. വെച്ചാൽ ഒന്ന് പിന്നെ എന്താണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് ഞാൻ ഓർത്തിട്ട് പറയാം. പിന്നെ ഒരിടത്ത് മാളുത്താത്തറ വീട്ടിലാണ് ഒരിടത്ത് പോകാനിഷ്ടം ലൈലയുടെ വീട്ടിലാണ്. പിന്നെയെന്ന് വെച്ചാൽ മറന്നുപോയ സ്ഥലം പിന്നെ ഓർക്കുകയാണെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഇരിക്കണ സമയത്ത് ഒരു മാസമായിട്ട് എന്നെ ഈ ഒരു വ്യക്തി, എൻ്റെ സബ്സ്ക്രൈബറാണ്, ഇവിടെ ചേവായൂർ എന്നൊക്കെ പറയുന്ന ചേവരമ്പലം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ എന്നെ വിളിക്കാൻ തൊട്ട് ഒരു മാസത്തോളമായി. ഒന്ന് വാ എന്നും പറഞ്ഞിട്ട് പെരുന്നാളിനും കൂടി വിളിച്ചതാണ്. ഞാൻ പെരുന്നാളിനൊന്നും ഞാൻ പോയില്ല. ഞാനന്ന് ഉച്ച കഴിഞ്ഞ പിറ്റേ ദിവസം ഞാൻ ലൈലാൻ്റെ വീട്ടിൽ പോയിട്ട് 3-4 ദിവസം അവിടെ അടിച്ചു വിളിച്ച് ഞങ്ങൾ കടപ്പുറത്തും അവിടെ എവിടെയൊക്കെ പോയാണ് ഞാൻ നടന്നേച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി വിളിച്ചെടുത്ത് ഞാൻ പോയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് എനിക്കൊരു റീലെടുക്കണം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെ എത്ര നാളായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്, നീ വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ച് പുള്ളിക്കാരത്തി കഴിഞ്ഞ ആഴ്ചയിലും എന്നെ വിളിച്ചതാണ്, വാന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അന്നൊന്നും എനിക്ക് പോകാനുള്ള നേരെ ഇല്ലാഞ്ഞതുകൊണ്ടും മടിയായതുകൊണ്ടും ഞാൻ പോയില്ല. ഇന്നലെ ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാന്നും പറഞ്ഞ് അങ്ങനെ ചെന്നപ്പോൾ അദ്ദേഹത്തെ ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു, ഭർത്താവ് എവിടെയോ പോയിരിക്കുകയായിരുന്നു. പോയിട്ട് വന്നപ്പോൾ അദ്ദേഹം എന്നെ ഒന്നും പറഞ്ഞതോ ചെയ്തതോ അല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥനോ അല്ലെ ഗൃഹനാഥയോ നമ്മളെ കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി ചെല്ലും. നമ്മളവിടെ ഉള്ള സമയത്ത് ഇതാരാണെന്ന് ഭാര്യയോട് സ്വാഭാവികം തിരക്കാം. അന്നെങ്കിൽ അങ്ങേർക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോന്നു കഴിയുമ്പോൾ പറയാം, ഇനി മേലാക്ക അങ്ങനെ ആവർത്തിക്കരുത്, ഇനി ഇതുപോലെയുള്ള ആൾക്കാരാരെയും വിളിച്ച് വീട്ടിൽ കയറ്റരുതെന്ന് പറയാം, വീട്ടിൽ ഇരുത്തരുതെന്ന് പറയാം. ഇത് പിന്നെ എന്നെ ഷൗട്ട് ചെയ്യും പോലെയുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. അല്ലാതെ എന്നെ അനാവശ്യമായിട്ട് പറഞ്ഞതല്ല, അനാവശ്യമായിട്ട് കാണിച്ചതല്ല, മറ്റൊന്നുമല്ല. ഞാനവിടെ ചെന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. അപ്പം നേരത്തെ പറയായിരുന്നില്ലേ, അങ്ങനെ ആയിരുന്നില്ലേ, ഇങ്ങനെ ആയിരുന്നില്ലേ എന്ന് ഭാര്യ എന്നോട് ചോദിച്ച് നമ്മളോട് ഒരക്ഷരം എന്തോ 1-2 വാക്കുകൾ ചോദിച്ചതല്ലാതെ ഒന്നും ഒരു നല്ല രീതിയിലുള്ളൊരു അപമാനം എനിക്ക് അവിടെ നിന്ന് കിട്ടി. എൻ്റെ മാനസികമായിട്ടുള്ളൊരു അപമാനം എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ റീലിട്ടത്. അല്ലാണ്ട് അദ്ദേഹം എന്നെ ഒന്നും മര്യാദകേടൊന്നും കാണിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അത് അദ്ദേഹമൊന്നല്ല, ആരെന്നെ അങ്ങനെ ഒരു മര്യാദകേട് കാണിച്ചാലും ഞാൻ തിരിച്ച് അവിടെ നിന്ന് കർണ അടിച്ച് പൊളിച്ചിട്ടേ ഞാൻ പുറത്തോട്ട് പോരത്തുള്ളൂ. അനാവശ്യമായിട്ട് കാണിച്ചാൽ അല്ല ആവശ്യമില്ലാത്ത രീതിയിൽ കാണിച്ചാൽ ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ട് പുറത്തോട്ട് പോരത്തുള്ളൂ. അല്ലാതെ ഞാനത് കണ്ണുടച്ച് പിടിച്ച് അതിന് മൗനം സമ്മതമാക്കി കൊടുത്തേച്ച് ഞാൻ പോരുകയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞാലും അതേ രീതിക്ക് തന്നെ പെരുമാറിയിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് പോരത്തുള്ളൂ. ആ വീട്ടിൽ നിന്നല്ല, ഏത് വീട്ടിൽ നിന്നും പോരത്തുള്ളൂ. അപ്പം എന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വിളിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവിൻ്റെയൊക്കെ അറിവോടുകൂടി തന്നെയാണ്. അല്ലാണ്ട് അവർ രഹസ്യമായിട്ട് സ്ത്രീകൾ നീ അവിടെ വാ ഇവിടെ വാ എന്നും പറഞ്ഞല്ല വിളിക്കുന്നത്. അവരുടെ ഭർത്താക്കന്മാരുടെ അവരുടെ മക്കളുടെയൊക്കെ അറിവോടുകൂടിയാണ് എന്നെ ഓരോ സ്ഥലത്തും നിൽക്കാനും ഇരിക്കാനും ഒക്കെ വിളിക്കണത്. എന്നുവെച്ചാൽ ഞാനില്ല വയ്യാതെയൊക്കെ വന്ന സമയത്ത് ഇവിടെ വന്നൊരാഴ്ച നില്ലെന്നും പറഞ്ഞ് ഞാനൊക്കെ പോകാത്തതെന്ന് വെച്ചാൽ അത് ശാശ്വതമായൊരു പോക്കല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. തന്നെയല്ല, കേവലം ഞാനൊരു യൂട്യൂബർ മാത്രമാണ് ഇവരുടെയൊക്കെ മുന്നിൽ. അപ്പോൾ അവർക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. അപ്പോൾ ചോദിക്കും ലൈലയുടെ വീട്ടിൽ പിന്നെ എന്ത് ബന്ധത്തിലാണ് പോകണമെന്ന് വെച്ചാൽ അവളിപ്പോൾ എൻ്റെ സർവത്രതുമാണ്. എൻ്റെ ചേടത്തിയാണ്, എൻ്റെ അനുജത്തിയാണ്, എൻ്റെ നാത്തൂനാണ്, എൻ്റെ മോളാണ്, അങ്ങനെ എൻ്റെ ആരൊക്കെയോ ആണവൾ. അങ്ങനെ ഒരു സ്ഥാനം ഞാൻ അവൾക്ക് എൻ്റെ മനസ്സിൽ കൊടുത്തത് കൊണ്ട്. അതുപോലെ തന്നെ എൻ്റെ മാളുത്താത്ത എൻ്റെ ജ്യേഷ്ഠത്തിയാണ്, എൻ്റെ ഉമ്മയാണ്, അങ്ങനെയോ ആരൊക്കെയോ ആണ് എൻ്റെ മാളുത്താത്ത. അങ്ങനെ എല്ലാവരുമാണ്. എന്നാലും എല്ലാവരും പിന്നെ എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അല്ലാതെ ആരും
പിന്നെ ഇതായിട്ടുള്ള അകറ്റി നിർത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ രണ്ട് വ്യക്തികളെ ഞാൻ ഒരുപാട് അങ്ങോട്ട് അടുത്തറിഞ്ഞത് കൊണ്ടായിരിക്കാം. ഓരോരുത്തരും ഇപ്പം എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഓരോ ആൾക്കാർ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പിനെ പോലെ ആകും. എന്നാലും ഇത്രയും കണ്ട് എന്നിലേക്ക് അടുത്തേക്കണത് ഇവർ രണ്ടുപേരുമാണ്. അതുകൊണ്ടാണ് എനിക്ക് അവർക്ക് അത്രയും വലിയൊരു സ്ഥാനം ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എവിടെ വേണേലും പോയി ഒരു അന്തി നിൽക്കുക അല്ലെങ്കിൽ ഒരു 2 ദിവസം നിൽക്കുകയൊക്കെ ചെയ്യാൻ എനിക്ക് സ്ഥലമില്ലാഞ്ഞിട്ടല്ല, വിളിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല. അപ്പം നമ്മളുടെ ഒരു പിന്നെ പ്രൗഢിയൊന്നും കണ്ടിട്ടല്ല ആൾക്കാർ വിളിക്കുന്നത്, നമ്മളോടുള്ള ആ ഒരു ആദരവും സ്നേഹവും ഒക്കെ കണ്ടിട്ടാണ്. അപ്പം അത് വാടക വീട്ടിലേക്കല്ല ഓരോരുത്തരും വിളിക്കുന്നത്, സ്വന്തം വീടുകളിലേക്കാണ് ഓരോരുത്തരും വിളിക്കുന്നത്. ഇതൊരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് ചെന്നിട്ടാണ് അത് ഞാൻ പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പറയാനുണ്ടാവും. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അത്രയും അങ്ങോട്ട് തുറന്ന് സംസാരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താണെന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അത് എനിക്കിപ്പോൾ ആരുടെ ഒരു കുറ്റവും കുഞ്ഞായ്മ എന്നും പറഞ്ഞ് നടക്കാനൊന്നും എനിക്ക് നേരമില്ല, എനിക്ക് നേരവും ഇല്ല, എനിക്കതിനുള്ള കാര്യവുമില്ല. ഞാൻ നോക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്കാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം കുറവുകളും കുറ്റങ്ങളും എനിക്കുണ്ട്. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എന്തിനാണ് നിരത്താനും ചകയാനും പോണത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം അദ്ദേഹത്തിനൊരു തെറ്റിദ്ധാരണ എന്നിലുള്ളത് കൊണ്ടാണ് വെച്ചാൽ അത് വേണ്ട, അത് പറയണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. അത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല ഒളിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അത് എനിക്ക് സാവകാശം കിട്ടും പോലെ ഞാൻ പറയും. ചില സമയത്ത് ഒരു കാര്യം നിലനിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ അത് ചിലപ്പോൾ അത് ശരിയായെന്ന് വരികയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാത്തത്. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറയും. അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ആ ഒരു റീലിട്ടത്. അപ്പോൾ പലരും പല രീതിയിലും പ്രതികരിച്ച്, 1-2 പേര് പല രീതിയിലും പ്രതികരിച്ച്. അപ്പോൾ അതങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ഷൗട്ട് ചെയ്യും പോലെ, അതുപോലെ തന്നെ നമ്മൾ ചെന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റവും പ്രവൃത്തിയും ആ മുഖത്തും നിറഞ്ഞു നിന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് അപമാന ഭാരം ആയിട്ടാണ് മനസ്സിൽ ഏറ്റിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളൊരു വിഷമമാണ്. പുറത്ത് മതിലിന് വെളിയിൽ വന്നപ്പോൾ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അപ്പം കരഞ്ഞു പോകും. അത്രയ്ക്കും എൻ്റെ തൊണ്ട ഇടറി, കണ്ണ് നിറഞ്ഞ് ഒഴുകി. നമുക്ക് എങ്ങും പോകാനൊരു ഇടയില്ല. സ്വന്തക്കാരുടെ ഒരു ബന്ധക്കാരുടെ ഒരു വീട്ടിൽ, എൻ്റെ ലൈലയുടെ വീട്ടിലോ എൻ്റെ മാളുത്താത്തടക്ക വീട്ടിലൊക്കെ ചെല്ലാം, ഒരുപാട് പേരുടെ വീട്ടിൽ ചെല്ലാം. പക്ഷെ നമ്മൾ ചെന്ന് ഒരുപാട് കാലങ്ങളായിട്ട് വിളിച്ചിട്ട് പോയിട്ടില്ല. പിന്നീട് ഞാൻ അങ്ങോട്ട് ചോദിച്ച്, ഞാൻ തിന്നാനും കുടിക്കാനും ഒന്നിനും പോയതല്ല. എനിക്ക് അള്ളാൻ്റെ ഒരു കാരുണ്യം കൊണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ട് ഒഴിയാതെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർമാർ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആശുപത്രി കേസിനും പോകാൻ ഒരുപാട് പേര് എനിക്ക് 10, 200, 10, 500, 10, 1000 രൂപയൊക്കെ എനിക്ക് ഓരോരുത്തർ ഇട്ട് തരുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മാളിത്താത്ത ഇട്ട് തന്ന 1000 രൂപ, മുനീറ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഇട്ട് തന്ന 500 രൂപ, പിന്നെ ലൈല ഇച്ചിരി പൈസ തന്ന്, ഇപ്പം വേറൊരു കൂട്ടുകാരി ഇച്ചിരി പൈസ തന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എൻ്റെ അക്കൗണ്ട്, ഞാൻ പണിയെടുത്തില്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒഴിയാതെ. പിന്നെ വേറെ ഒരു കൂട്ടുകാരി 1000 രൂപ ഇട്ട് തന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവരുടെ മോളെ കൊണ്ട് ഇടിച്ച് തന്നു. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. നമുക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ അതും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നാണ് തിന്നണതും കുടിക്കണതും. ഈ റേഷൻ അരിയിട്ട് ഇച്ചിരി ചോറ് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇച്ചിരി മീൻ മേടിച്ച് മുളക് കറി എന്തെങ്കിലും വെക്കും. ചിലപ്പോൾ ഒരു 2 ആഴ്ച പോരും ഞാൻ കഞ്ഞിയായിട്ട് മാത്രമാണ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞത് കൊണ്ട് കഞ്ഞി റേഷൻ അരിയിട്ട് അല്പം വൈകുന്നേരം ആകുമ്പോൾ, ഉച്ചക്കും ഇല്ല, അത്താഴവും ഇല്ല, ഉച്ചക്കും ഇല്ല, രാവിലെ ഇല്ലാതെയൊക്കെ ഞാനൊരു 1.5 ഇല്ലായ്മ പറയുകയല്ല, അങ്ങനെ നമ്മളുള്ള അവസ്ഥകൾ പറയുകയാണ്. ആരും അങ്ങനെ ഓർക്കരുത്, ഇല്ലായ്മ നിരത്തണം അങ്ങനെയല്ല.
നമ്മൾ അങ്ങനെ കിടന്നിട്ട് പോലും ആർക്കും ഒരു ശൈലിയോ കാണാനല്ല, ആരും വീട്ടിൽ ചെന്ന് തിന്നാനോ കുടിക്കാനോ ഒന്നും നിന്നില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. എന്നിട്ടും നമ്മളെ ഇന്നലെ ആ ഒരു അവസ്ഥയിൽ കാണിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത മാനസികമായിട്ടുള്ളൊരു വിഷമം തോന്നി. അപ്പോൾ ഞാനേ ഒരു റീല് ഇപ്പം ഞാൻ ചെയ്യാം. ആ റീല് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നാളെ അത് ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഈ ലൈലാടെ നാത്തൂൻ്റെ ചാനലിൻ്റെ പേരൊന്ന് പറഞ്ഞു തരാം. എനിക്കത് എൻ്റെ വീഡിയോയിലൂടെ അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് ലിങ്ക് ഇട്ട് തരാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളോട് ഒരു റീല് ചെയ്തതിന് ശേഷം ഞാൻ ലൈലയുടെ ആങ്ങളയുടെ ഭാര്യയുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു തരാം. അപ്പോൾ അവർക്കൊന്ന് സബ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടത് നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല, കുക്കിങ്ങൊക്കെയാണ് പുള്ളിക്കാരത്ത് ചെയ്തേക്കണത്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റും ഒക്കെ കൊടുത്ത് ഒന്ന് സബ്ബും ഒക്കെ ചെയ്യാൻ പറ്റണവരൊക്കെ ചെയ്ത് കൊടുത്തേരി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കൊണ്ട് ആർക്കും ഒന്നും കൂടുതലൊന്നും കൊടുത്ത് കാശ് കൊടുത്ത് നന്നാക്കാൻ പറ്റിയല്ല. നമ്മളെ കൊണ്ടൊരു പ്രവൃത്തി കൊണ്ടോ ഒരു പെരുമാറ്റമോ ഒരു വർത്തമാനമോ കൊണ്ട് ഒരാൾക്കൊരു നന്മ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കബറിൽ കിടന്നിട്ടാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ട് പോലും നമ്മൾ ഓരോ നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആ കബറിൻ്റെ ഉള്ളിൽ കിടന്ന് നമുക്ക് സമാധാനിക്കാം. അതാണ് ഞാൻ പറയണത്. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളതും പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഇത്രയൊക്കെയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പം ചോറ് അല്പം കഴിച്ച്, ഇന്ന് വെച്ച ചോറാണ്, ആരും പേടിക്കണ്ട. ഇന്ന് വെച്ച ചോറും കറിയൊക്കെയാണ്. ഒരു ചെറിയ തൂന മേടിച്ച് മുളക് കറി വെച്ചിട്ടുണ്ട്. മുളക് കറി വെച്ച് അതിൽ നിന്നൊരു 2 കഷ്ണം എടുത്ത് പൊരിച്ച്. അപ്പോൾ എനിക്ക് ലൈല ചിക്കൻ കറി തന്നത് ഞാൻ മറന്നുപോയാണ് തൂന പോയി മേടിച്ചത്, ചെറിയൊരു തൂന. അങ്ങനെ അത് മേടിച്ചിട്ട് വന്ന് കറി വെച്ച് അല്പം ചോറും മറ്റുള്ള എണ്ണക്കടിയൊക്കെ കുറക്കാനല്ല, എണ്ണക്കടി ഒട്ടും കഴിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചോറ് ഒക്കെ കുറക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് കടയിൽ നിന്നാണ് ഞങ്ങൾ ഉച്ചക്ക് ഊണ് കഴിച്ചത്, ഞാനും ലൈലയും മോനും കൂടി. പക്ഷേ ഞങ്ങൾ ആശുപത്രിയിൽ പോയി 3 പേരും കൂടി. അപ്പോൾ അത് കടയിൽ നിന്ന് കഴിച്ച ചോറ്, എനിക്ക് കുറുവാരിയുടെ ചോറ് വലിയ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് റേഷനരിയുടെ ചോറാണ് ഇഷ്ടം. അപ്പം അത് റേഷനരി ഇവിടെ കിടപ്പുണ്ട്, അത് മേടിച്ചുകൊണ്ട് വന്നത് കുറച്ച് ഉണ്ട്. ലൈലയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ് ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മേടിച്ചരി തീർന്നിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഉച്ച കഴിഞ്ഞ് ലൈലയുടെ വീട്ടിൽ പോകും. മറ്റന്നാൾ പിന്നെ ആശുപത്രിയിൽ പോകും. അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ഒതുക്കി പെറുക്കി അടുക്കി മടക്കിയൊക്കെ വെച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് ചേവരമ്പലത്തിലേക്ക് പോകും. അപ്പം ഇതൊക്കെ പറയാനാണ് ഞാൻ വന്നത്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.